നമസ്കാരം. ഇനിയും ഇറാൻ പ്രതികരിച്ചാൽ, തിരിച്ചടിച്ചാൽ ഇറാനെ തീർത്തു കളയുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. അതായത് ഇന്നലെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആയത്തുള്ള അലി ഖംനായി കൊല്ലപ്പെട്ടിരുന്നു. ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ട്രംപിന്റെ ഈ ഒരു ഭീഷണി ഉണ്ടാകുന്നത്. പക്ഷെ ട്രംപ് അങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ, ഈ ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇറാൻ ഇവിടെ ഇസ്രായേലിനകത്തേക്ക് 6ാം ഘട്ട ആക്രമണം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഗൾഫ് മേഖലയിൽ ഉടനീളം അപായ സൈറൻ മുഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഖത്തറിലേക്കും അതുപോലെ തന്നെ ജോർദാനിലേക്കും UAE-യിലേക്കും ഒക്കെ ശക്തമായ തിരിച്ചടികൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കൻ ബേസുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇവിടെ ബഹ്റൈനിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യം വെച്ചുകൊണ്ടും ഒക്കെയാണ് ഇവിടെ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഖത്തറിൽ ഏകദേശം 8ഓളം ആളുകൾക്ക് ഇവിടെ ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് പരിക്കേറ്റു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇവിടെ ഗൾഫ് മേഖലയിലേക്ക് ഇറാന്റെ ആക്രമണം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഗൾഫ് മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തെ ആളുകളാണ്, അതുപോലെ തന്നെ മലയാളികളാണ്. അവിടെ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഒരു പരിധിവരെ നമ്മുടെ സംസ്ഥാനമൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അവിടെ ഒരു ദിവസം പണിയില്ലാതെ നാട്ടിലേക്ക് പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും കേരളം പട്ടിണിയിലായി പോകും. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിരോധിക്കാനുള്ള അവരുടെ അവകാശമാണ്, പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. ഈ ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർ, ഗൾഫ് രാജ്യങ്ങൾ ഞങ്ങളുടെ സഹോദര രാജ്യമാണ്, അവിടുത്തെ പൗരന്മാർ ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഒരിക്കലും അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം. അമേരിക്കൻ ബേസുകളെ മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും വരുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇസ്രായേലിന്റെ അവസ്ഥ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ഇസ്രായേലിലെ പൊതുജനങ്ങളോട് ഇപ്പോൾ IDF ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ആരും ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ മറ്റാർക്കും പങ്കുവെക്കരുത്, നാറ്റിക്കരുത് പ്ലീസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ എനിക്ക് തോന്നി. അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുകയാണ്. സെൻട്രൽ ഇസ്രായേലിലും ഹൈഫയിലും ജെറുസലേമിലും ഒക്കെ ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ടെല്ലവീവൊക്കെ നിന്ന് കത്തുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇന്നലെ പുറത്തു വന്ന ഒരു വാർത്ത ഇസ്രായേലിനകത്ത് ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഒരാൾക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് അതിനേക്കാളൊക്കെ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന് വ്യക്തമാക്കുന്ന ചില വാർത്തകൾ ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഈ ആക്രമണത്തിനിടയിൽ പെട്ടുപോയ ആളുകളുടെ ഭൗതികദേഹങ്ങൾ ഇസ്രായേലിലെ സൈന്യം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ചില ആളുകളൊക്കെ കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ ആക്രമണം നടക്കുന്നു എന്ന കാര്യം പറയുന്നു. കൃത്യമായ വിവരങ്ങൾ, അവിടുത്തെ ദൃശ്യങ്ങളൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നില്ല. എന്നാൽ ടെല്ലവീവ് സിറ്റിയൊക്കെ നിന്ന് കത്തുന്ന ദൃശ്യങ്ങൾ ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇസ്രായേലിലുള്ളത്. ഇറാന്റെ 6ാം ഘട്ട ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. ഇന്നാണ് 6ാം ഘട്ടം ആക്രമണം ആരംഭിച്ചു എന്ന വാർത്തകളൊക്കെ ഇന്ന് രാവിലെയാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്തായാലും ആ ആക്രമണം ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉണ്ടാവുകയുള്ളൂ. ഇതുവരെ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് തന്നെ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ട്രംപും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ആയത്തുള്ള അലി ഖംനായിയുടെ മരണം ആഘോഷിക്കുമ്പോൾ ഇസ്രായേലിലെ സാധാരണക്കാർ പരക്കം പായുകയാണ്. അവർക്ക് നിക്കക്കള്ളിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റഷ്യ ഒരു കാര്യം വ്യക്തമായി ഓർമ്മപ്പെടുത്തിയിരുന്നു: ഒരു 3ാം ലോക മഹായുദ്ധമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, പക്ഷേ ഇറാനെ തൊട്ടാൽ അതൊരു മേഖലാ വാറായി മാറും എന്ന കാര്യം റഷ്യ ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഒക്കെ എതിരായിട്ടുള്ള ശക്തമായ പ്രതികരണങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് ചർച്ച നടത്തുക, ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തുക, മറുഭാഗത്തുകൂടെ ചതിയിലൂടെ ആക്രമിക്കുക, എന്നിട്ടൊരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുക. ഇത് ഭീരുവിന്റെ ഒരു രീതിയാണ്, ഭീരുവിന്റെ ഒരു സ്വഭാവമാണ് അമേരിക്കയും ഇസ്രായേലും തുടർച്ചയായി കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ശത്രു. ലോകം മുഴുവൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശത്രുപക്ഷത്തേക്ക് മാറിയിരിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാവുകയാണ്. എന്തായാലും ആയത്തുള്ള അലി ഖംനായെ കൊലപ്പെടുത്തിയതോടുകൂടെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾക്ക് ശക്തി കൂടി എന്നുള്ളതാണ്. ഇവിടെ ഗതികെട്ടാൽ
പൂച്ച പുലിയാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇറാൻ അമേരിക്കയെയും ഇസ്രായേലിനെയും വെച്ച് നോക്കുമ്പോൾ അവരുടെ പക്കലുള്ള ആയുധങ്ങളൊന്നും ഇറാന്റെ പക്കൽ ഉണ്ടാകില്ല. പക്ഷേ ഇറാൻ ഇപ്പോൾ പൂച്ച പുലിയാകും എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് അത്ര ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിനെതിരെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒമാൻ ഒഴിച്ചിട്ടുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളെ ഒന്നും വെറുതെ വിടില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഉള്ളത്. എന്തായാലും ശക്തമായ ആക്രമണം, ചുറ്റും ശത്രുക്കളാണ്, ചുറ്റുമുള്ള ശത്രുക്കളെ ധീരതയോടുകൂടി നേരിടുന്നു. ഒരിക്കലും വിട്ടുവീഴ്ചക്കില്ല, ആരുടെയും കാൽക്കൽ കുമ്പിടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ആയത്തുള്ള അലി ഖംനാഇ നയിച്ച വഴികളിലൂടെ തന്നെ ഇറാന്റെ IRGC മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.